നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ ഒരു അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മോക്ക് ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മോക്ക് ടെസ്റ്റ്. അപ്പൊ ഒരു 30 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാലോ? നിങ്ങൾ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് അറിയാത്തത്, എവിടെയൊക്കെയാണ് തെറ്റ് വരുന്നത്, അതൊക്കെ കണ്ടെത്തി നിങ്ങൾക്ക് കൂടുതലായിട്ടും ആ ഏരിയ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മോക്ക് ടെസ്റ്റുകളുടെ പ്രത്യേകത. മോക്ക് ടെസ്റ്റ് കാണുമ്പോഴത്തേക്കും മുഖം തിരിക്കാതെ, പേടിക്കാതെ അത് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ടും പറഞ്ഞോട്ടെ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് മസ്റ്റ് ആയിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ നിലവാരം നോക്കിയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോസ് അതനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹർഷിതം എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. തുടങ്ങിയാലോ? അപ്പൊ പേനയും പേപ്പറൊക്കെ എടുത്ത് റെഡി ആവണേ. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഭരണഘടന രൂപം കൊണ്ടപ്പോഴുള്ള ഭാഗങ്ങളുടെ എണ്ണം 22 ആണ്. ഭരണഘടന രൂപം കൊണ്ടപ്പോഴുള്ള അനുച്ഛേദങ്ങളുടെ എണ്ണം 395 ആണ്. ഭരണഘടന രൂപം കൊണ്ടപ്പോഴുള്ള പട്ടികകളുടെ എണ്ണം 8 ആണ്. അപ്പൊ ഇതിന് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഈ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. അപ്പൊ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു, 22 ഭാഗങ്ങൾ അഥവാ പാർട്സ് ഉണ്ടായിരുന്നു, 8 പട്ടികകൾ ഉണ്ട്. ഇപ്പോ നിലവിൽ 12 പട്ടികകളും 25 ഭാഗങ്ങളും 470ഓളം അനുച്ഛേദങ്ങളുമാണ് ഉള്ളത്. ദേശീയ നിയമ ദിനം എന്നാണ് നവംബർ 26. ദേശീയ നിയമ ദിനം നവംബർ 26. എന്തുകൊണ്ട് നവംബർ 26 ദേശീയ നിയമ ദിനമായിട്ട് ആഘോഷിക്കുന്നു? ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ഡേറ്റ് ആണ് 1949 നവംബർ 26. അതുകൊണ്ടാണ് ദേശീയ നിയമ ദിനം അല്ലെങ്കിൽ ദേശീയ ഭരണഘടനാ ദിനമായിട്ട് നവംബർ 26 ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ബി ആണ് എഴുതിയതെങ്കിൽ ടിക്ക് ചെയ്തോളൂ, 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരാഖണ്ഡാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഏകീകൃത സിവിൽ കോഡ് 44 ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ നോക്കൂ. 1950 ജനുവരി 30, 1950 ജനുവരി 26, 1949 ജൂലൈ 19, 1947 ഓഗസ്റ്റ് 15. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി മാസം 24 എത്ര അംഗങ്ങളാണ് ഒപ്പുവെച്ചത്? 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി മാസം 26. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച ഡേറ്റ് ചോദിച്ചാൽ 1947 നവംബർ മാസം 17. നവംബർ മാസം 17 ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ മാസം 17. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ഡേറ്റ് എന്നാണ്? 1949 നവംബർ മാസം 26. അടുത്ത ചോദ്യം, പൊതുഭരണം എന്നാൽ ഗവൺമെന്റിന്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ആരുടെ വാക്കുകളാണിത്? വുഡ്രോ വിൽസൺ, ഹെർബർട്ട് സൈമൺ, ഇ.എൻ. ഗ്ലാഡൻ, എൽ.ഡി. വൈറ്റ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇ.എൻ. ഗ്ലാഡൻ ആണ് പൊതുഭരണത്തെ കുറിച്ച് പ്രകാരം പറഞ്ഞത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇ.എൻ. ഗ്ലാഡൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? 52-ാം ഭേദഗതി, 32-ാം ഭേദഗതി, 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി. ഉത്തരം എഴുതിക്കോളൂ.
ഉത്തരം ഓപ്ഷൻ സി ആണ്. 42ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം എന്താ കൊണ്ടുവന്നത്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് കൊണ്ടുവന്നത്. കൂടാതെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം എന്താ കൊണ്ടുവന്നത്? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡത. അഖണ്ഡത എന്നാൽ ഇന്റഗ്രിറ്റി ആണ്. ഇന്റഗ്രിറ്റി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം എന്നാണ്? ഏപ്രിൽ 21, മെയ് 21, ഏപ്രിൽ 20, മെയ് 20. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏപ്രിൽ 21 ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം. 2010 കേരള ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ എത്രയായി തിരിക്കാം? 2, 6, 4, 5. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 5 ആയിട്ടാണ് തിരിക്കാവുന്നത്. അത് ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? എം ഹിദായത്തുള്ള, കെ എം മുൻഷി, എൻ എ പൽക്കിവാല, താക്കൂർദാസ് ഭാർഗവ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. താക്കൂർദാസ് ഭാർഗവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? കെ എം മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എൻ എ പൽക്കിവാലയാണ്. ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് എം ഹിദായത്തുള്ള. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എ പൽക്കിവാല. ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് എം ഹിദായത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നീ വിശേഷണങ്ങൾ നൽകിയത് ജവഹർലാൽ നെഹ്റുവുമാണ്. അടുത്ത ചോദ്യം. കാര്യനിർവഹണത്തിന്റെ തലവൻ ആര്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, പ്രധാനമന്ത്രി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ. രാഷ്ട്രപതിയാണ് കാര്യനിർവഹണത്തിന്റെ തലവൻ. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഭരണഘടനാ ഭാഗം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? അമേരിക്ക, ബ്രിട്ടൻ, അയർലൻഡ്, ഫ്രാൻസ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്. അയർലൻഡ് ആണ്. അയർലൻഡ്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പെയിൻ ആണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചാൽ അയർലൻഡിൽ നിന്ന്. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങൾ എവിടെ മുതൽ എവിടം വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ? 36 മുതൽ 51 വരെയാണ്. 36 മുതൽ 51 വരെ. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? വിദ്യാഭ്യാസ നിയമം 2009, വിവരാവകാശ നിയമം 2005, സേവനാവകാശ നിയമം 2011, വിവര സ്വാതന്ത്ര്യ നിയമം 2002. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വിവര സ്വാതന്ത്ര്യ നിയമം 2002. ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 2 സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 3 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 4 അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നത് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏത്? അമേരിക്ക, കാനഡ, അയർലൻഡ്, ദക്ഷിണാഫ്രിക്ക. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്. അമേരിക്ക. അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. അറ്റോർണി ജനറൽ സർക്കാരിന് നൽകുന്ന പ്രധാന സേവനം എന്താണ്? രാഷ്ട്രീയ നിർദ്ദേശം, മന്ത്രിസഭാ നിയന്ത്രണം, നിയമ ഉപദേശം, നികുതി ഉപദേശം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്. നിയമ ഉപദേശമാണ് അറ്റോർണി ജനറൽ സർക്കാരിന് നൽകുന്ന പ്രധാന സേവനം. അടുത്ത ചോദ്യം. ഗാർഹിക പീഡന നിരോധന നിയമ ബില്ല് ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? പ്രതിഭ പാട്ടീൽ, ശങ്കർദയാൽ ശർമ്മ, കെ ആർ നാരായണൻ, APJ അബ്ദുൽ കലാം. ഉത്തരം എഴുതിക്കോളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ക്ലൂ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഗവൺമെന്റുകളുടെയും അധികാര വിഭജനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ പട്ടിക ഏത്? 8, 7, 10, 9. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 7ാമത്തെ പട്ടികയിലാണ് ഇപ്രകാരം പരാമർശിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗം ഏത്? കാര്യനിർവഹണം, നീതിന്യായ വിഭാഗം, നിയമനിർവഹണം, ഭരണവിഭാഗം. ഉത്തരം എഴുതിക്കോളൂ.
ഉത്തരം ഓപ്ഷൻ എ ആണ്, കാര്യനിർവഹണമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആര്? ഡൽഹൌസി പ്രഭു, കഴ്സൺ പ്രഭു, റിപ്പൺ പ്രഭു, കാനിങ് പ്രഭു. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്, റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്. പാർലമെന്ററി സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏത്? പി കെ തുങ്കൻ, ഗാഡ്ഗിൽ, അശോക് മേത്ത, ജി വി കെ റാവു. ഉത്തരം ഓപ്ഷൻ എ ആണ്, പി കെ തുങ്കൻ കമ്മിറ്റിയാണ് പാർലമെന്ററി സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് സംബന്ധിച്ച ഭരണഘടന ആർട്ടിക്കിൾ ഏത്? 163, 165, 164, 162. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 165. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1868. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, അതായത് 3ഉം 4ഉം സ്വത്തവകാശവും സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശവും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതിയാണ് 1978. അടുത്ത ചോദ്യം, തൊഴിലുറപ്പ് ക്ഷേമനിധി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? കേരളം, തെലങ്കാന, കർണാടക, തമിഴ്നാട്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്, കേരളം. മാർഗനിർദ്ദേശക തത്വങ്ങളെ DPSPയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ 37 മുതൽ 52, 35 മുതൽ 50, 30 മുതൽ 49, 36 മുതൽ 51. ഞാൻ നേരത്തെ പറഞ്ഞു. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 36 മുതൽ 51. ഭരണഘടനയിൽ നിലവിൽ എത്ര ഭാഗങ്ങളുണ്ട്? 23, 25, 24, 26. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 25. സംരക്ഷണ ഓഫീസർ ഗാർഹിക സംഭവ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്ക്? സർവീസ് പ്രൊവൈഡർ, കോടതി, മജിസ്ട്രേറ്റ്, പ്രൊട്ടക്ഷൻ ഓഫീസർ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്, മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് ഗാർഹിക സംഭവ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്? സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ ആസഫ് അലി. ഉത്തരം എഴുതിക്കോളൂ. ദേശീയ വനിതാ ദിനം സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. സോളിസിറ്റർ ജനറലിന്റെ നിയമനം നിർവഹിക്കുന്നത് ആര്? പ്രധാനമന്ത്രി, സുപ്രീം കോടതി, കേന്ദ്ര സർക്കാർ, രാഷ്ട്രപതി. ഉത്തരം എഴുതിക്കോളൂ. ഓപ്ഷൻ ഡി ആണ്, രാഷ്ട്രപതിയാണ് സോളിസിറ്റർ ജനറലിന്റെ നിയമനം നിർവഹിക്കുന്നത്. ഇന്ത്യ പിന്തുടരുന്ന കാര്യനിർവഹണ രീതി ഏത്? പാർലമെന്ററി വ്യവസ്ഥ, പ്രസിഡൻഷ്യൽ വ്യവസ്ഥ, ഏകകക്ഷി വ്യവസ്ഥ, സെമി പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്, പാർലമെന്ററി വ്യവസ്ഥയാണ് ഇന്ത്യ പിന്തുടരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? 21, 31, 14, 32. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 32. ഓക്കെ, അപ്പൊ ഇത്രയാണ് 30 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ മസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്തേക്കുക. എവിടെയാണ് മാർക്ക് പോയത് എന്ന് മനസ്സിലാക്കുക. ആ ഏരിയ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏത് സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടത്, അതുകൊണ്ട് താഴെ ഒന്ന് പറയാമോ? അതുപോലെ ഈ മോക്ക് ടെസ്റ്റുകൾ ഇടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുത്തേക്കണേ. എല്ലാവരും മോക്ക് ടെസ്റ്റുകൾ എഴുതട്ടെ കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.